ലോകമെങ്ങും യുദ്ധഭീതിയിൽ നിൽക്കുമ്പോഴും ഇന്നലെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെ തകർത്തുകൊണ്ട് ടീം ഇന്ത്യ 2020 ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിരുന്നു. സഞ്ജു സാംസൺ കളിച്ച ഉജ്ജ്വലമായ ഒരു ഇന്നിങ്സാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. 196 എന്ന വിൻഡീസ് ഉയർത്തിയ ലക്ഷ്യം മറികടക്കാൻ സഞ്ജു ഒറ്റയ്ക്ക് നേടിയത് പുറത്താകാതെ 97 റൺസാണ്. ഇന്നവരെ 2020 ലോകകപ്പിൽ ചേസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും ഉയർന്ന സ്കോർ നേടിയത് വിരാട് കോഹ്ലി ആയിരുന്നു. 82 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഉയർന്ന സ്കോർ. ആ റെക്കോർഡ് കൂടെയാണ് സഞ്ജു സാംസൺ ഇന്നലെ തകർത്തിരിക്കുന്നത്. 195 എന്ന താരതമ്യേന ഉയർന്ന സ്കോർ ചേസ് ചെയ്യുമ്പോൾ കൂടെയുള്ള ഓപ്പണറായ അഭിഷേകിന് ഒട്ടും പ്രഷർ നൽകാതെയായിരുന്നു സഞ്ജു ആദ്യമേ ആക്രമണം ഏറ്റെടുത്തത്. പിന്നീട് അഭിഷേക് ശർമ്മ ഔട്ടായപ്പോഴും അതിനു പിന്നാലെ ഇഷാൻ കിഷൻ ഔട്ടായപ്പോഴും സഞ്ജു റൺ റേറ്റ് താഴെ പോകാതെ നിലനിർത്തുകയും ചെയ്തു. എന്നാൽ തിലക് വർമ്മ അറ്റാക്ക് ചെയ്ത് കളിച്ചപ്പോൾ സഞ്ജു വിക്കറ്റ് പോകാതെ ഒരറ്റത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തു. അയാൾ ഔട്ടായപ്പോൾ വീണ്ടും സഞ്ജു ആക്രമണം തുടങ്ങി. റിസ്ക് എടുത്തുള്ള ഒരു ഷോട്ട് പോലും കളിക്കാതെ ടീമിനെ വിജയത്തിലേക്ക് എത്തിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെയുള്ള ഒരു പെർഫെക്റ്റ് ഇന്നിങ്സാണ് ഇന്നലെ സഞ്ജുവിൽ നിന്നും നമ്മൾ കണ്ടത്. അവസാനമെത്തിയ ശിവം ദുബൈയും നിർണായകമായ 2 ബൗണ്ടറികൾ നേടിയതോടെ മത്സരം ഇന്ത്യയുടെ കയ്യിലായി. അവസാന ഓവറിലെ ആദ്യ പന്ത് 6 അടിച്ചും രണ്ടാം പന്ത് ബൗണ്ടറി കടത്തിയും സഞ്ജു ടീമിനെ വിജയിപ്പിച്ചപ്പോൾ സ്റ്റേഡിയം മൊത്തം എഴുന്നേറ്റ് നിന്നാണ് കൈയടിച്ചത്. സഞ്ജുവും വികാരാധീനായി കൈകൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുകയും കുരിശ് വരക്കുകയും ചെയ്തു. അത്രയ്ക്ക് പ്രഷർ അയാൾ അനുഭവിച്ച് കാണണം. ടീമിൽ സ്ഥാനം പലപ്പോഴും ഉറപ്പല്ലെന്നിരിക്കെ ഒരു വമ്പൻ ഇന്നിങ്സ് കളിച്ച് ടീമിനെ സെമിയിലേക്ക് ഒറ്റയ്ക്ക് കൈപിടിച്ച് നടത്തുകയാണ് സഞ്ജു സാംസൺ. ഇന്ത്യയുടെ ലോകകപ്പിലെ ഏറ്റവും വലിയ റൺ ചേസിൽ സാക്ഷാൽ വിരാട് കോഹ്ലിയുടെ ഉയർന്ന സ്കോർ മറികടന്നുകൊണ്ട് സഞ്ജു സാംസൺ ഇന്ത്യയെ വിജയിപ്പിച്ചിരിക്കുന്നു. സഞ്ജുവിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച ഇന്നിങ്സാണ് ഇന്നലെ കണ്ടത്. അപ്പോഴും ചില ദോഷൈക ദർക്കുകൾ പറയുന്നത് സഞ്ജു സൂര്യയോട് പ്രതികാരം ചെയ്തു എന്നൊക്കെയാണ്. പ്രതികാരം ചെയ്യാൻ മാത്രം സൂര്യ സഞ്ജുവിനെതിരെ എന്താണ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിച്ച് നോക്കുക. ടീമിനെ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടിയാണ്. അനാവശ്യമായ വെറുപ്പാണ് ക്യാപ്റ്റൻ സൂര്യകുമാറിനെതിരെ ഇപ്പോൾ കാണിക്കുന്നത്. ഒരു പ്രസ് മീറ്റിൽ സഞ്ജുവിനെ അടുത്ത കളിയിൽ ഇറക്കുമോ എന്ന ചോദ്യത്തിന് അഭിഷേകിനെയും തിലകനെയും എങ്ങനെ ഒഴിവാക്കും എന്നാണ് അയാൾ ചിരിച്ചുകൊണ്ട് മറുപടി നൽകിയത്. ടീം അതുവരെ ജയിച്ചു നിൽക്കുമ്പോൾ ഒരു മാറ്റം സാധ്യവുമല്ല. എന്നാൽ അടുത്ത മത്സരം തോറ്റപ്പോൾ സഞ്ജുവിനെ വീണ്ടും ഓപ്പണിങ്ങിൽ തന്നെ കൊണ്ടുവന്നു. സഞ്ജു കളിച്ച ഇന്ത്യൻ ടീമിൽ അയാളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത ക്യാപ്റ്റനാണ് സൂര്യകുമാർ. സഞ്ജുവിനൊപ്പം ബാറ്റ് ചെയ്യുമ്പോൾ സൂര്യ അത് എൻജോയ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നലത്തെ മത്സരത്തിന് ശേഷം ക്യാപ്റ്റൻ തൊപ്പി ഊരിക്കൊണ്ട് സഞ്ജുവിനെ ആദരിച്ചത് കൂടെ കാണുക. അവർ വളരെ സന്തോഷമായിട്ടാണ് ആ വിജയ നിമിഷങ്ങൾ ആഘോഷിക്കുന്നത്. ഇത് സഞ്ജുവിൻ്റെ ഒരു പ്രതികാരമായിട്ട് ഒരിക്കലും കാണരുത്. പകരം ഇന്നേ വരെ സഞ്ജു കളിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഇന്നിങ്സായി കാണുക. അതും രാജ്യത്തെ ലോകകപ്പിൻ്റെ സെമിയിലേക്ക് എത്തിച്ച ഒരു ഗംഭീര പ്രകടനം. മലയാളി ക്രിക്കറ്റ് ക്ലബ്ബുമായും കേരനിര ഫാൻസുമായും ചേർന്ന് അനാവശ്യ പ്രചാരണങ്ങൾ ഒഴിവാക്കണം. സഞ്ജു സാംസൺ നമ്മുടെ ദേശീയ ടീമിലാണ് കളിക്കുന്നത്. മികച്ച പ്രകടനവുമായി അയാൾ ഇനിയും അവിടെ തുടരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതാരെയും വെല്ലുവിളിച്ചും പ്രതികാരം ചെയ്തുകൊണ്ടും ആയിരിക്കരുത്. ഈ ടൂർണമെൻറ്റ് കഴിഞ്ഞാൽ സഞ്ജു സാംസൺ ചെന്നൈക്കായി IPL കളിക്കും. ചെന്നൈ ഫാൻസ് ഇപ്പോൾ തന്നെ ചേട്ടൻ്റെ വരവിനെ ആഘോഷിക്കുകയാണ്. കേരളത്തിന് IPL ടീം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും അയൽവാസികളായ ചെന്നൈ സൂപ്പർ കിങ്സിനായി ഇത്തവണ കൈയടിക്കാം.